ഈ ഒരൊറ്റ തെറ്റുമതി നരകാവകാശിയാവാൻ. ഉദാഹരണമായി, മരിക്കുന്നതുവരെ ചില വാപ്പാരും ഉമ്മാരും നിസ്കാരപ്പായം എഴുന്നേൽക്കാറില്ല, ഒരു വക്ത് നിസ്കാരം പോലും മാറ്റിവെക്കാറില്ല. തസ്ബീഹുമാലയും നിസ്കാരക്കുപ്പായവും മുസല്ലയുമായി പള്ളിയും വീടുമായി കഴിഞ്ഞുകൂടുന്ന വാപ്പാരോടും ഉമ്മാരോടും മരിക്കാൻ നേരത്ത് കൊടുക്കുന്ന വസിയത്ത് അഥവാ അനന്തര സ്വത്ത് ഒരൽപ്പം പേച്ചുപോയാൽ, നിങ്ങളെ തന്ത്രപൂർവം കുഴിയിൽ ഏതെങ്കിലും മക്കളി ചാടിച്ചാൽ അതും മതി വാപ്പാരെ. വിവരമുണ്ടായ കാലഘട്ടത്തിൽ തിരിച്ചറിവോടെ എഴുതി വെക്കാത്തതിന്റെയും തിരിച്ചറിവോടുകൂടി അതിലെ സൂക്ഷ്മത കാണിക്കാത്തതിന്റെയും പേരിൽ ആ മാതാപിതാക്കളും കുറ്റവാളികളാവും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും അനന്തര സ്വത്ത് വീതിക്കുന്നിടത്ത് 3 പേരെ നമുക്ക് തെരഞ്ഞെടുക്കാം. 1, വീതിക്കുന്ന മക്കൾ. 2, വീതത്തിന് ഇടനിൽക്കുന്ന മധ്യസ്ഥന്മാർ. 3, അതൊരു പക്ഷേ ഇഷ്ടദാനമായോ മുൻഗാമികളിലെ പലരുടെയും പാരമ്പര്യമനുസരിച്ച് വസിയത്തോ വഖഫോ ആയി എഴുതി വെക്കുന്ന മാതാപിതാക്കൾ. ഈ 3 വ്യക്തികളെ, 3 വിഭാഗങ്ങളെ അനന്തര സ്വത്തിൽ നമുക്ക് കണക്കാക്കാം. അതിൽ ഒന്നാമത്തെ വിഭാഗം വീതം വെക്കുന്ന മക്കൾ. ആ മക്കൾ വീതം വെക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ ളുൽമൻ, ആരെങ്കിലും അക്രമത്തോടുകൂടി അഥവാ അർഹമല്ലാത്ത രീതിയിൽ ഏതെങ്കിലും യതീം മക്കളുടെ ഭക്ഷണം അവന്റെ സ്വത്ത് തിന്നാൽ, ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ, അവന്റെ വയറ് നിറയ്ക്കുന്നത് നരകത്തിന്റെ തീയാണ്. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, വസയസ്ലൗന സഈറ, ലോകം കണ്ട ഏറ്റവും നിന്ദ്യകരമായ ഒരു മടക്കം, മരണം, അതായിരിക്കും അനാഥകളുടെ സ്വത്ത് തിന്നവന് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് അനാഥകളുടെ സ്വത്തല്ലേ എന്ന് നമുക്ക് ചിന്തകൾ വരും. പക്ഷേ എന്റെ വാപ്പ മരിച്ചാൽ ഞാൻ അനാഥനാ, എന്റെ പെങ്ങൾ അനാഥയാ, എന്റെ അനിയന്മാര് അനാഥരാ. അനാഥത്വം ചെറുപ്പത്തിൽ മാത്രമല്ല, വലുതായാലും അനാഥത്വം തന്നെയാ. എന്റെ വാപ്പ മരിച്ചപ്പോ ആ സ്വത്ത് വീതം വെക്കുന്ന മൂത്ത ജ്യേഷ്ഠനാണ് ഞാനെങ്കിൽ എന്റെ അനിയന്മാരെ അനാഥകളായിട്ട് ഞാൻ കണക്കാക്കണം. ആ മാനസികാവസ്ഥയിൽ എന്നെ പോലെ തന്നെ എന്റെ ജ്യേഷ്ഠനെയും അനുജനെയും പെങ്ങളെയും ആ രീതിയിൽ ഇസ്ലാമിന്റെ ചിട്ടക്കനുസരിച്ച് ചിന്തിക്കാൻ ഞാൻ തയ്യാറാവണം. അതുകൊണ്ടാ ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നതും യതീം മക്കൾ എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പത്തിലെ വാപ്പാര് മരിച്ചുപോയവർ, വാപ്പ വലുതായി മക്കളും വലുതായി, അതുകൊണ്ട് മൂത്ത ജ്യേഷ്ഠൻ തീരുമാനിക്കും, ബാക്കിയുള്ളവർ അംഗീകരിച്ചേക്കണം എന്ന മനോഭാവമല്ല. മൂത്ത കാരണവരാണോ ദീനിന്റെ ചിട്ടകൾക്കനുസരിച്ച് വീതിക്കണം. അവിടെ ഞാൻ വലിയവൻ, പെങ്ങന്മാരൊക്കെ അങ്ങനത്തവൻ, അല്ലെങ്കിൽ പെങ്ങന്മാരുടെ ഭർത്താക്കന്മാര് വീതിക്കട്ടെ, ആണുങ്ങൾ മാറി നിൽക്കട്ടെ, അങ്ങനത്തെ ഒരു ധാരണയൊന്നും ഇസ്ലാമിലില്ല. കാരണം ഇന്ന് ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ചില പ്രദേശത്ത് വീതം വെക്കുമ്പോ പെങ്ങന്മാരും പെണ്ണുങ്ങളുമുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തൊഴിവാക്കുന്ന ഒരു രീതി പല കാലഘട്ടത്തിലും ചരിത്രത്തിലും നമ്മൾ കാണുന്ന ഒരു കഥയാണത്. വീതം വെക്കുന്ന സമയത്ത് മൂത്ത ജ്യേഷ്ഠൻ ആ സ്വത്തെടുത്തിട്ട് പറയും, ഞാൻ നിനക്കൊരു വില തരും, നീ അത് അംഗീകരിച്ചേക്കണം. 2 ലക്ഷത്തിന്റെ സ്ഥലം 2000-ഓ 25,000-ഓ കൊടുത്ത് പെങ്ങന്മാരെ പറ്റിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചെറുതെന്തെങ്കിലും കൊടുത്ത് പെങ്ങളല്ലേ, അളിയനൊരു മൊയന്തായതുകൊണ്ട് പെങ്ങന്മാരെ പറ്റിക്കാമെന്ന് ചിന്തിച്ച് പെങ്ങളെ സ്വത്തുകൂടി വരുതിയിലാക്കുന്നവർ. അവൻ തിന്നുന്നത്, അവന്റെ വയറ് നിറയ്ക്കുന്നത് നരകാഗ്നിയ. ഇതുപോലെ തന്നെ ചില വാപ്പാരുണ്ട്, പെണ്ണുങ്ങൾക്ക് എഴുതി വെച്ച് ആണുങ്ങളെ വകമാറ്റുന്നവർ. ആണുങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ പെണ്ണിന് വഖഫ് ചെയ്തും വസിയത്ത് ചെയ്തും മാറ്റിക്കൊടുക്കുന്നവർ. അവിടെ നല്ല മക്കൾ പറയണം, വാപ്പ സ്വത്തിന്റെ പേരിൽ വാപ്പയോ ജ്യേഷ്ഠനോ നരകത്ത് പോകാൻ പാടില്ല. 1 ഇഞ്ച് ഭൂമിയെ ദുനിയാവിൽ കിട്ടിയെന്ന് വരും. 2 ലക്ഷത്തിന്റെ അപ്പുറം 2 കോടി കൊടുത്താലും റബ്ബ് തരാത്ത നരകത്തിനു വേണ്ടിയാണ് 2 ലക്ഷത്തിന്റെ ലാഭം നോക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, നിന്ദ്യകരമായൊരു മടക്കമായിരിക്കും സ്വത്ത്. അർഹതയില്ലാത്ത സ്വത്ത് അവനാന്റെ പേരിലേക്കാക്കി വെച്ചാൽ. അതുകൊണ്ട് ആദ്യം മക്കൾ സൂക്ഷിക്കണം. ഇസ്ലാം പഠിപ്പിച്ച ആണിന്റെ പകുതി പെണ്ണ് എന്ന നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. പക്ഷേ പെങ്ങന്മാരായതിന്റെ പേരിൽ പറ്റിക്കാൻ പാടില്ല. കണ്ണായ സ്ഥലം ആരെയെങ്കിലുമൊക്കെ സ്വാധീനിച്ച് സ്വന്തം പേരിലാക്കി അനിയന്മാരെ പറ്റിക്കുന്ന ജ്യേഷ്ഠന്മാരുണ്ട്.
അവരും സൂക്ഷിക്കട്ടെ. അല്ലെങ്കിൽ പെങ്ങന്മാരുടെ ഭർത്താക്കന്മാരായാലും ആണുങ്ങളെ അവഗണിക്കാനും മറ്റേതെങ്കിലും കുതന്ത്രങ്ങളും കുശാഗ്ര ബുദ്ധിയും കാണിച്ച് സ്വത്തുക്കൾ വരുതിയിലാക്കുന്ന സർവരും മനസ്സിലാക്കട്ടെ, നേടുന്നത് ഒരണയാണെങ്കിലും, ഒരിഞ്ച് ഭൂമിയാണെങ്കിലും, ഒരു കടമുറിയാണെങ്കിൽ പോലും വസയസ്ലൗന സഈറ, നിന്ദകരമായ അപമാനിക്കപ്പെടുന്ന ഒരു മടക്കം ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു സ്വത്തും സഹായിക്കാത്ത, ഒരു സ്വത്തിനെ കൊണ്ടും സമാധാനം കിട്ടാത്ത റബ്ബിന്റെ പരലോകത്ത് അങ്ങേയറ്റം അവഗണിക്കപ്പെടുന്നവരായി അള്ളാഹു അവരെ കണ്ടുമുട്ടുകയും ചെയ്യും. ഇവരാണ് ഒന്നാമത്തെ വിഭാഗക്കാർ. രണ്ടാമത്തെ ഒരു കൂട്ടർ മധ്യസ്ഥന്മാർ. ഏത് വിഷയത്തിലും മധ്യസ്ഥന്മാരുണ്ടാകും. പലപ്പോഴും മധ്യസ്ഥന്മാർ കക്ഷിത്വത്തിലേക്കും സ്വാധീനിക്കപ്പെടുന്നതിലേക്കും മാറാൻ പാടില്ല. ഏതെങ്കിലും കണ്ണുള്ളവരായിരിക്കും ചിലപ്പോ മധ്യസ്ഥന്മാരായി വരാറുള്ളത്. ആ സ്ഥലം അവനെഴുതി കിട്ടിയാൽ അതെനിക്ക് മറച്ചു വിറ്റാൽ എനിക്ക് കോടികൾ ഉണ്ടാക്കാമെന്ന ധാരണയിൽ വേഷം കെട്ടിവരുന്ന മധ്യസ്ഥന്മാരുണ്ട്. ആ മധ്യസ്ഥൻ ഒരുപക്ഷെ മൂത്തവനെ സ്വാധീനിക്കും, പെങ്ങളെ സ്വാധീനിക്കും, ഇളയവന്മാരെ സ്വാധീനിക്കും. എന്നിട്ട് മക്കൾക്കിടയിൽ വേർതിരിവുണ്ടാക്കും. ആ മധ്യസ്ഥന്മാര് ചിന്തിക്കേണ്ടതും, ഒരു മധ്യസ്ഥമെങ്ങാനും ഹലാലല്ലാത്ത നിലക്കാണുണ്ടെങ്കിൽ, അഥവാ നമ്മളെ മധ്യസ്ഥം ഇസ്ലാമിന്റെ ചിട്ടക്കനുസരിച്ചിട്ടല്ലെങ്കിൽ നരകമായിരിക്കും മധ്യസ്ഥന്മാർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത്. നരകത്തിലേക്കാണ് അവരുടെ പോക്കെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മധ്യസ്ഥന്മാരാണോ ന്യായത്തോടൊപ്പം നിൽക്കണം, ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾക്കനുസരിച്ച് നിൽക്കണം. ചില മക്കൾ മധ്യസ്ഥന്മാരെ സ്വാധീനിച്ച് കാര്യം നേടുന്നവരുണ്ട്. കാരണം അങ്ങനെയൊക്കെ ഒരു ചർച്ച നടക്കുമ്പോ നാവിന് വലുപ്പക്കുറവുള്ളവരും സമർത്ഥിക്കാൻ പറ്റാത്തവരുമായ മക്കളുണ്ടാകും. ആ സ്ഥാനത്തൊക്കെ മധ്യസ്ഥന്മാരെ ചാക്കിട്ട് പിടിച്ച് മോഹന വാഗ്ദാനം കൊടുത്ത് കണ്ണായ സ്ഥലം എഴുതി വാങ്ങുന്നവർ, വരുമാനമുള്ളത് സ്വന്തം പേരിലാക്കുന്നവർ, അവരോട് കൂടിയ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നിങ്ങളെങ്ങാനും ഏതെങ്കിലും വിഷയത്തിൽ ഒരു മധ്യസ്ഥത്തിന് പോകുന്നുണ്ടെങ്കിൽ മധ്യസ്ഥരെ വൽയഖ്ശ, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ പേടിക്കണം. ആരെ? മൂത്തോനെയല്ല, ഇളയോനെയല്ല, മോളെ കെട്ടിയ പുതിയാപ്പന്റെ പണത്തിന്റെ ഹുങ്കല്ല, അവനെ എന്തെങ്കിലും കിട്ടുന്ന കമ്മീഷന്റെ പേരല്ല. വൽയഖ്ശ, നിങ്ങൾ ഭയപ്പെടണം. അല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയത്തൻ ളിആഫ, നിങ്ങളുടെ മക്കളാണ് ആ ഗതി വരുന്നതെന്ന ഭയം, നിങ്ങളുടെ മക്കൾക്കാണ് ആ ഗതി വരുന്നതെന്ന ഭയം മധ്യസ്ഥന്മാർക്കുണ്ടാവണം. നിങ്ങൾ വിട്ടേച്ച് പോകുന്ന മക്കളും ഇതുപോലെ ബലഹീനരായി പോയേക്കാമെന്ന സങ്കടം, ആ ചിന്ത, അത് ഓരോ മധ്യസ്ഥന്മാർക്കും ഉണ്ടാകണം. എന്റെ മക്കൾ അങ്ങനത്തെയിലേക്ക് എത്തിപ്പെടും, എന്റെ മക്കളെ സ്വത്ത് മറ്റു ചിലർ കൊണ്ടുപോകും എന്ന ബേജാറ് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലാവണം മധ്യസ്ഥന്മാർ മറ്റൊരുത്തന്റെ വിഷയത്തിൽ ഇടപെടേണ്ടത്. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം. ഈ രണ്ടും ഓരോ മധ്യസ്ഥന്മാർക്കും ഉണ്ടാകേണ്ട ഗുണങ്ങളാ. ഇന്ന് ആ മധ്യസ്ഥത്തിന്റെ പേരിൽ കമ്മീഷൻ പറ്റിയവരൊക്കെ ഉണ്ടാകും. അത് മക്കൾക്കായിട്ടും സ്വന്തം കുടുംബത്തിനായിട്ടും വീട് മോടി കൂട്ടാനും അങ്ങനെ ഇടയാളന്മാരായി ഒരു വശം ചെരിഞ്ഞു നിന്നതിന്റെ പേരിൽ 1 രൂപയായാലും 1 ലക്ഷമായാലും അള്ളാഹുവിന്റെ നരകത്തീയാണ് നിങ്ങളും നിങ്ങളെ മക്കളും തിന്നുകൊണ്ടിരിക്കുന്നത്. ആ പാപം ശരീരത്തിൽ നിന്ന് മാറാതെ 40 ദിവസത്തെ നമസ്കാരം പോലും അള്ളാഹ് സ്വീകരിക്കുകയില്ല. 40 ദിവസത്തിനിടക്ക് മരിച്ചാൽ പോലും അള്ളാഹുവിന്റെ അരികിലേക്ക് അവൻ ഉയർത്തപ്പെടുകയില്ല. ആ സ്വത്ത് 40 ദിവസം സൂക്ഷിച്ചാൽ മതിയല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഇന്നത്തെ ആ കച്ചവടത്തിൽ എനിക്ക് കമ്മീഷൻ കിട്ടി, ഞാൻ അതുകൊണ്ട് ഇന്ന സ്ഥാപനം വാങ്ങിത്തുടങ്ങി, ആ സ്ഥാപനത്തിന്റെ വരുമാനമാണ് എന്റെ മക്കൾ തിന്നുന്നതെങ്കിൽ നമ്മൾ മരിച്ചാലും നമ്മളെ മക്കൾ തിന്നുന്നത് പാപമാ. ആ മക്കൾ കഴിക്കുന്നത് നരകത്തിന്റെ തീയ. സ്വന്തം മക്കളെ കൊണ്ട് നരകത്തിന്റെ തീക്കട്ട തീറ്റിക്കുന്ന മധ്യസ്ഥന്മാരാവരുത്, എളാപ്പമാരാവരുത്, അമ്മമാരും കർണോമാരും ആവരുത്. ന്യായത്തിനനുസരിച്ച് നിൽക്കണം. പറ്റില്ലേ മധ്യസ്ഥത്വം ഒഴിഞ്ഞേക്കണം. എന്നെ കൊണ്ട് പറ്റില്ല, ആർക്കെങ്കിലും ഒരു ഭാഗത്തെ ന്യായം ഉണ്ടാകൂ, ന്യായത്തിന്റെ കൂടെ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ് അതിന് സാധിക്കാത്തവർ മാറി നിൽക്കലാണ് ഗുണം എന്ന് ഇസ്ലാമിക ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി.